നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോഴിക്കോട് റോഡിൽ വരുന്ന കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസത്തിലാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. വാ. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. നമ്മുടെ ഈ തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം വരുന്നത് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്. ഇവിടെ നമുക്ക് ചെറിയ ഗെറ്റ് ടുഗദറും മീറ്റിങ്ങുകളും ഒക്കെ നടത്താനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ വിശാലമായിട്ടുള്ളൊരു കളിസ്ഥലമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും മുതിർന്നവർക്ക് വന്ന് സംസാരിച്ചിരിക്കാനാണെങ്കിലും അതിനൊക്കെ പറ്റിയൊരു വൈബുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഇതിനു മുന്നിലൂടെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംവിധാനം ഇതിനകത്തുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മുകളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഈ മുകളിൽ ഉണ്ടെന്ന് പറഞ്ഞ ഈ വ്യൂ പോയിന്റിലേക്കുള്ള ഈ ഒരു യാത്ര, ഈ ഈറ്റക്കാടിനകത്തൂടെയുള്ള ഈ ഒരു യാത്ര ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കോഴിക്കോട് പാലക്കാട് റോഡിൽ മണ്ണാർക്കാടിനും പെരിന്തൽമണ്ണയ്ക്ക് ഇടയ്ക്ക് കരിങ്കല്ലത്താണി എന്ന് പറയുന്ന സ്ഥലം, അവിടെ തൊടുകാപ്പ് കുന്ന്. ഇതാണ് നമ്മുടെ ഈ ലൊക്കേഷൻ. മസ്റ്റ് വാച്ച് ആണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് കാണേണ്ട സ്ഥലമാണ്. നമുക്ക് എന്തായാലും ഇന്ന് വരുമ്പോൾ പാലക്കാടത്തെ ഭയങ്കര ചൂടൊക്കെ കഴിഞ്ഞൊരു നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും വാ. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് നടക്കുമ്പോൾ ക്ഷീണിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ കയറി പോവാം. അതിനുള്ളൊരു ബെഞ്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ പോയി നോക്കാം. ബാ. നമ്മുടെ ഈ ഈറ്റക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വലിയ പാറയാണ് കാണുന്നത്. അത് കയറിയിട്ട് വേണം നമ്മുടെ വ്യൂ പോയിന്റിലെത്താൻ. നമ്മുടെ ഈ വ്യൂ പോയിന്റിന് മയിലാടിപ്പാറ വ്യൂ പോയിന്റ് എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. പാറ നമ്മൾ താഴ്ന്ന് കണ്ട പോലെ അല്ല കേട്ടോ, അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ്. വാ. ഇവിടെ രണ്ട് സൈഡും നല്ല കാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ വരുന്ന കാടാണ് ഇതിന്റെ രണ്ട് സൈഡിലുമായിട്ട് വരുന്നത്. നല്ല സ്ലിപ്പാണ്. കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് സൂക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ മഴയായതുകൊണ്ട് ഈ രണ്ട് സൈഡ് നോക്കിയാൽ അറിയാം, പൂപ്പിൽ വന്നിട്ട് നല്ല സ്ലിപ്പറിയാണ്. ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു സൈറ്റ് തന്നെയാണ്.
ആ പാറ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ആയിരിക്കും വ്യൂ പോയിന്റ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതാ അത്രയും ആ വഴീൻ്റെ മുകളിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറേണ്ടി വരും. വാ കയറി നോക്കാം. നമ്മുടെ കറക്റ്റ് വ്യൂ പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂസാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നില്ലേ, മണ്ണാർക്കാട് എന്ന് പറയുന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടുന്നുള്ള കാഴ്ച. അങ്ങനെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നടന്നു നമ്മളിപ്പോൾ ഈ മല കയറി അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമുക്ക് എത്തേണ്ട സ്ഥലം. ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. നമ്മൾ വരുന്ന വഴിക്ക് ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടു. ഇവിടെ വരുമ്പോഴേക്കും ആകെ ക്ഷീണിച്ച് വേർത്തതാ കണ്ടില്ലേ, ഈ ഒരു ായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇരിക്കാനായിട്ട് പ്രകൃതി തന്നെ ഇവിടെ ബെഞ്ചൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് മേലേക്ക് പോയി നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്, കയറി വാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം സേഫ്റ്റിയാണ്. എന്നാൽ ഇവിടെ ചുറ്റുഭാഗം ഫെൻസിങ് കെട്ടി വളരെ സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മൾ എന്തായാലും ഒരിക്കലെങ്കിലും വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണത്. അത്രയും നല്ല വൈബാണ് ഇവിടെ. എന്താ ഈ പരിസരത്ത് തന്നെ ഇത്രയും ഹൈറ്റിലൊരു സ്ഥലം ഉണ്ടെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ 4 ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിഗംഭീരമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്.
ഇക്കടെ പേരെന്താണ്? എന്റെ പേര് മുഹമ്മദ് കുട്ടി. നമ്മുടെ മുഹമ്മദ് കുട്ടിക്കാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ടിക്കറ്റിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതും. ഇവിടെ ഇതിനെ കുറിച്ച് ഇക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഇവിടെ പുറത്തുള്ള ഇവിടെ വരാറുണ്ട്. ഇവിടെ പിന്നെ ഈ ഗെറ്റ് ടുഗദർ വരലുണ്ട്. അതുപോലെ തന്നെ ഓരോ കല്യാണത്തിന് ഇപ്പോ വന്നിരുന്നല്ലോ, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വരും. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഇത് കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേസ്റ്റ് ശരിക്ക് വേസ്റ്റ് കൊട്ടയിലിടണം. പിന്നെ മുട്ടായിയുടെ കടലാസ്, ഈ പ്ലാസ്റ്റിക്കുകളൊന്നും പുറത്തിടാൻ പാടില്ല. വേറെ ഒരു ഇതുമില്ല. പിന്നെ കയറിയാൽ ഇവിടെ നേരെ ഇങ്ങനെ പോയാൽ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഒരു വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റിലേക്കാണ് ഏതാനും ആളുകളൊക്കെ പോകാറ്. അത് ഇങ്ങനെ പോയാൽ 600 മീറ്റർ ആണ് വരുന്നത്. അതേ സമയത്ത് പിന്നെ കാടൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാനുള്ള നാച്ചുറൽ പാർക്ക് ഇവിടെ ഉണ്ട്. അത് ഇങ്ങനെ പോയാൽ ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ കറങ്ങി വന്നാല് കാടിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണാം. എല്ലാം കാണപ്പെട്ട തൊടുകാപ്പ് എഴുതിയ അതിലുള്ള പക്ഷികളൊക്കെ ഇവിടെ കാണാൻ കഴിയും. പിന്നെ വേറെ മൃഗങ്ങളൊന്നും, ശല്യം ചെയ്യുന്ന മൃഗങ്ങളൊന്നും ഇതിലില്ല. കാരണം നമ്മളെ ആളുകളെ കയറ്റി വിടുന്നതാണ്. അപ്പൊ മൃഗങ്ങളൊന്നും, ആക്രമിക്കുന്ന മൃഗങ്ങളൊന്നും ഇതിലില്ല. സേഫ്റ്റിയാണ്, ഒന്നും പേടിക്കാല്ല. പിന്നെ അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോ അവിടെ കാണുമ്പോ പാറ കാണുമ്പോ ജനങ്ങൾക്ക് വിചാരിക്കും അത് വഴുക്കും. അത് വഴുക്കൊന്നുമില്ല. ഒരുപാട് കാലമായിട്ട് ഇന്ന് വരെ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല, അവിടെ അപകടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂൾ കുട്ടികൾ നല്ല വരലുണ്ട്. ക്യാമ്പിങ് നല്ല നടക്കുന്നുണ്ട്. എല്ലാ വർഷത്തിലൊരു കുറെ പ്രാവശ്യമായിട്ട് ഓരോ സ്കൂൾ, അടുത്തുള്ള ഏതാനും സ്കൂളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിന്റെ ശേഷം തിരുവാഴാങ്കുന്നിലാണ്, അതിന്റെ പരിധിപ്പെട്ടതാണിത്. റേഞ്ച് മണ്ണാർക്കാടാണ്. സെക്രട്ടറി ആയിട്ട് ഒരു സുബ്രഹ്മണ്യൻ സാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നല്ല നിലയിൽ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും വളരെ സന്തോഷം. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അല്ലാത്ത പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളോ ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. അത് ഇവിടെ എന്നല്ല, എവിടെ നമ്മൾ പോകുമ്പോഴും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമേ നമുക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി കാണുന്നവരെ ബൈ ഫ്രം മുകേഷ് പാലക്കാട്.